ഏടെ പരിപാടി മാത്രമല്ല, ഏടെ പരിപാടിയാണ് പരിപാടി. ഏടത്രയും പരിപാടി ഒന്നും വേറെ ആരുടെയും ഇല്ല. നമ്മൾ തന്നെ എത്ര പാട്ടായി. അതെ, മ്യൂസിക് ഡയറക്ടർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഡയറക്ടർ ഒന്നും ഇല്ല, മ്യൂസിക് ഡയറക്ടർ വേണ്ട, ഇൻസ്ട്രുമെന്റ്സ് വേണ്ട, പാടാൻ ആള് വേണ്ട, ഒന്നും വേണ്ട, ലിറിക്സും വേണമെന്നില്ല. നല്ല ഉഗ്ര ലിറിക്സ് അവിടെ നിന്ന് കിട്ടും. പക്ഷെ നമുക്ക് ചുമ്മാ ചളി ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അല്ല ഇനി അവസാനം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചളി എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ചിട്ട് പേരടിച്ചാൽ മതിയായിരിക്കും. എല്ലാത്തിനും പറ്റി തെറിപ്പാട്ട് വേണം, അതും ഉണ്ടാക്കി തരുമായിരിക്കും അല്ലേ. കൊടുങ്ങല്ലൂർ അമ്മക്കൊക്കെ കിട്ടും, നല്ല കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും അവന്മാർക്ക് പണി. അതാണ് വരുന്ന വരവ് കണ്ടോ. ഇവിടെ ഇനി സിനിമയ്ക്ക് ആ നടനും വേണ്ട, കഥയും വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇവന്മാരൊന്നും ഇവിടെ ആവശ്യമില്ല, ശരിക്കും ഇല്ല. ഇവന്മാര് തീർന്ന ലാസ്റ്റ് റൗണ്ടാണ് അല്ലേ. പറ്റിക്കുന്ന പരിപാടിയായിട്ട് ജീവിക്കുന്ന നല്ലത്. ഇപ്പൊ ഇവന്മാര് ചെയ്യുന്ന കറക്റ്റാ. പക്ഷേ എന്നാലും പക്ഷെ അവരിത് കാര്യമുണ്ടോ, ഇവന്മാർക്ക് ഇപ്പോഴും ഇത് ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ. ഇവിടെ ഉള്ള ഊളകളെ ഇപ്പൊ മോഹൻലാൽ സിനിമ എടുക്കുന്നു, ശ്രീനിവാസൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മക്കളും ഈ ഉണ്ണാക്കന്മാരെല്ലാം കൂടെ എടുക്കുന്ന പടങ്ങള് ഇവരെന്താ ഇതൊന്നും വേണ്ട ഇത് യൂട്ടിലൈസ് ചെയ്യാത്തെന്നുള്ളതാണ്. ഇങ്ങനൊരു രീതിയിൽ പോയാണ്ടല്ലോ നല്ല കഥയൊക്കെ വേണേൽ വളച്ചൊടിച്ച് വേറെ സാധനമൊക്കെ ആക്കാൻ പറ്റും. കുറച്ച് എന്ത് വേണമെന്ന് അറിയോ അജു, സെൻസ് വേണം, കുറച്ച് ക്രിയേറ്റീവും കൂടി ആയിരിക്കണം. അല്ലാതെ പണി നടക്കുള്ളൂ. ഇനിയിപ്പോ എന്ത് ഉപയോഗിക്കണമെങ്കിലും. നടൻ അത്ര ക്രിയേറ്റീവ് അല്ല ഒന്നാമത്തെ കാര്യം. നടന്റെ മോൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധ്യതകൾ കുറയുക. ഒരു സംവിധായകന്റെ മോനാണെങ്കിൽ പിന്നെ നോക്കാം, അവന് കുറച്ചുകൂടി ജീവിത അനുഭവങ്ങൾ വേണം. സംവിധാനമൊക്കെ ചെയ്യണേലും കഥ എഴുതുന്നതിലും വേണ്ടത് ഇതൊക്കെയാ. ഇത് രണ്ടും ഇല്ലാത്ത കുറെ എന്തുകൊണ്ട് അമൂൽ ബേബീസ് വന്നിട്ട് ഏതാണ്ടൊക്കെ കാണിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയൊക്കെ ഇവിടുത്തെ സിനിമയ്ക്ക് ഉള്ളൂ. ഈ നാളിലെ സിനിമയെ കണ്ടിട്ടില്ലേ, എന്തൊരു തൊലിഞ്ഞ പടങ്ങളെ ഇവന്മാരെ ഇറക്കി വിടുന്നത്. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ, അവൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശല്യവാ. ഇങ്ങനെ കുറെ മലയാള മനോരമ വീക്കിലി ഉണ്ടായിരുന്നു പണ്ട്, അത് കഴിഞ്ഞ് സീരിയൽ, ഇപ്പൊ കണ്ട് ഇവൻ എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഇവിടെ കുറെ വാണങ്ങള് കൊച്ചുള്ള പിള്ളേരുണ്ട്, ഈ പ്രേമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമണ്ട് തേന് വെച്ച്. ഇവനെന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൻ മാത്രല്ലടോ, ബാക്കി എല്ലാം കണക്കാ. ഇവിടെ ഉള്ള പിന്നെ ബി ഉണ്ണികൃഷ്ണനാണോ പിന്നെ അടുത്ത്? പിന്നെ ആരാന്ന് മറ്റേ അവൻ ബി എ ഉണ്ണികൃഷ്ണൻ പോലും അപ്പൊ തന്നെ അതിൽ മനസ്സിലാക്കി ഉണ്ണികൃഷ്ണൻ ആവണ്ടത്. അവനൊരു ഒക്കെയാണ്, എക്സ് ഒക്കെ ആവും. ശരി, എക്സ് ഉണ്ണികൃഷ്ണനാണ് കറക്റ്റ്. അത്രയും വരെ ഉള്ളൂ. അവിടെ ഉടായിപ്പിച്ച് ഇങ്ങനെ നടക്കും. ഇതിനിടെ കിടന്ന് കുറെ എണ്ണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കാളെ പറ്റിച്ച് ജീവിക്കുന്ന. പിന്നെ ഇവിടെയുള്ള മണ്ടന്മാർക്ക് അത് മതി കേട്ടോ. ഇവിടെയുള്ളവർക്ക് ഇത് തന്നെ വേണം. ഇത് കാണാൻ പോകുന്നവരെ പറഞ്ഞാൽ അതില്ല. ഞാനിടൂ എന്തോ 2000 ആയപ്പോഴത്തേക്ക് ഞാൻ സിനിമ കാഴ്ച നിർത്തിയെന്ന്. 2000 ആയപ്പോ മലയാളം പടം 2000 അല്ല, സോറി 2003 2004 ആയപ്പോ മലയാളം പടം പരിപാടി അങ്ങ് നിർത്തി. മനസ്സിലായി. ഇവന്മാരുടെ പടം പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഉണ്ടാകുന്നല്ലോ ആ സമയത്ത്. ഇവന്മാരുടെ ഒരു പടം ദിലീപൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ച് ഇനി ഇങ്ങോട്ട് മുന്നോട്ട് ഇനി ഒന്നും കാണേണ്ട ആവശ്യമേ ഇല്ല. കാരണം പോയി. അതുമല്ല, സിനിമകളൊക്കെ ഈ മോഹൻലാലിന്റെ പരിപാടികളല്ലേ, അതോടെ നിർത്തിയത്. കൊള്ളത്തില്ല ഇവർക്ക്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു വരുന്ന അതേ പരിപാടി അവതരിപ്പിക്കുന്ന ആള് വന്നു. അത് രായട്ടൻ. എന്ത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞ ഇവിടെ വലിയ കാര്യമാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തത്? അത് തന്നെ ചെയ്തു. ബ്രോഡാഡി എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്ത് വെച്ച് പൊട്ടപ്പടമൊക്കെ എടുത്തിട്ട്. പുള്ളി എങ്ങായത് എങ്ങനെയാന്ന് മനസ്സിലായോ? ആ പടത്തിൽ മോഹൻലാൽ അപ്പനായിട്ട് അഭിനയിക്കുമ്പോഴേക്കും ഇയാള് കുറച്ച് കുറെ കൂടെ യങ്ങായി. ഇയാൾ കുറച്ചുകൂടി യങ്ങായി. എങ്ങനെയാന്ന് അറിയോ? പുറകിലൊരു മുടി ഇങ്ങനെ വലിച്ചു നീട്ടി ഒരു മറ്റേ ടെയില് പോലെ ചെറുപ്പക്കാരനായി. എങ്ങനെയുണ്ട്? 21 വയസ്സ് അങ്ങനെ ആയതല്ലേ? 45 വയസ്സ് പ്രായമുള്ള അപ്പന്റെ മകൻ 21 വയസ്സായുള്ള ഒരാളായിട്ട് ഇവർ രണ്ടുപേരും നല്ലപോലെ അഭിനയിക്കുക. നല്ലപോലെ അഭിനയിക്കുക രണ്ടുപേരും. ചെറുപ്പക്കാരനെ അപ്പനായിട്ട് മോഹൻലാലും ഒരു കൊച്ചു അമ്മയായിട്ട് മീന. കൊള്ളാവടാ ഇത് കാണാൻ ആളും. ഇവരുടെ ഈ ഇവന്റെ ഒക്കെ പുറകെ നടക്കുന്നത് ശരിക്കും എന്തൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഇവർക്ക് എന്തോ ഒരു കുഴപ്പം, എവിടെയോ എന്തോ ഒരു പെശകണ്ടോ, എന്തോ എന്തോടോ. അവർ വേറൊരു ഭാഷ അറിയാത്തവരായി പോയോ? ഒരു കൾച്ചറും ഇല്ലാതെ, ഒന്നും മനസ്സിലാവാതെ, ബുദ്ധി മരവിച്ച. ചിലപ്പോൾ ഈ ആറാട്ടനും പെരേരയും പോലത്തെ ഒരുപാട് ആളുകളായിരിക്കും ചിലപ്പോൾ ഈ തിയേറ്ററിൽ വരുന്നവരെല്ലാം. ആദ്യത്തെ ഷോയ്ക്കൊക്കെ ഇവരുടെ പടം കാണാൻ വരുന്ന നമ്മളിപ്പോൾ കുറച്ച് പേരെ കണ്ടല്ലോ. ഇപ്പൊ ആറാട്ടണ്ണൻ
പെരേര, കിംബോയ്, ടൈഗർ, മറ്റേ ഉണ്ണിക്കണ്ണൻ. കിംബോയിനെ ഞാൻ ആ കാറ്റഗറി പെടുത്തില്ല കേട്ടോ. കിംബോയ് വേറെ ലെവലാ. കിംബോയുടെ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി വെറൈറ്റി. ഉണ്ണിക്കണ്ണൻ, പിന്നെ ടൈഗറും പോട്ടെ, മറ്റേ മാർക്കോ അണ്ണൻ, അമേസി, ഇങ്ങനെ പിന്നെ ആ കിളവനെടുത്തിട്ടുണ്ടല്ലോ അയാള്, പിന്നെ ആ കങ്കുവ ആ സമയത്തൊക്കെ വന്ന് കുറേ എണ്ണം വന്നല്ലോ ഇവിടെ. പുഷ്പ, ഓട്ടോ അണ്ണൻ, മറ്റേ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ആട്ടായം. ഇവര് തന്നെ ഒരു തിയേറ്ററിൽ ഇവിടെ ആള് കൂടുന്ന കണ്ടപ്പോ അതിനകത്ത് ഏറ്റവും ആലമ്പുണ്ടാക്കാൻ ശേഷിയുള്ളവരെ വന്നേക്കുന്നത് ഇതുവരെ. ആറെണ്ണനെയാണ് ആദ്യം കണ്ടെത്തിയത് മീഡിയ. അത് കഴിഞ്ഞ് പെരേര കേരളം കണ്ടെത്തിയ ആദ്യത്തെ ഫാൻ, ശരിക്കും ഫാൻ എന്ന് പറയുന്ന ആള്, ഫാനറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആളാ ഉള്ളു കണ്ടത് ആദ്യം. ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിവിടെയൊക്കെ കൊണ്ടുപോകും, അവരെയൊന്നും കാണാൻ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പ്രായക്കുറവുണ്ട് ഇവർക്ക്. നേരത്തെ ഉള്ളവരൊക്കെ ഒരുമാതിരി പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേരെ കണ്ടെത്തി കഴിഞ്ഞാൽ താൻ വെച്ചിരിക്കുക അവരുടെ കൂടെ വേറെ ഉണ്ട്. നമ്മൾ പുറത്ത് വീഡിയോ കാണാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ പോകുന്നതായിട്ട്. ഒരു 5 എണ്ണം ഉണ്ട്. ഒരു വീഡിയോയുടെ മുന്നേ വരത്തില്ല അങ്ങനെ അധികം. ഒരുപാട് എന്തോ മന്നതയാന്ന് ചോദിച്ചാൽ എന്തോ ഇവരുടെ കുഴപ്പം നടത്തില്ല. രാവിലെ ഇങ്ങനെ ഇറങ്ങി വരും വീട്ടിൽ നിന്ന്, എന്തോ എടുത്ത് എന്നാണ്ട് തിന്നുന്നു, കുടിക്കുന്നു, പോകുന്നു. എന്നിട്ട് പറയുന്ന വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മറ്റേ ആക്കുന്നുണ്ട്, മറിച്ചാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ കള്ളത്തരവാ. ഒന്നും നോക്കുന്നില്ല, ഒരു കാര്യമില്ല. രാവിലെ വെറുതെ വന്നിരുന്ന് ഈ ലുലു കയറി അണ്ണൻ ഒരു പുസ്തകം മേടിക്കുവാണോ അതോ ആ ക്രോസ് വേർഡിൽ പോയി നിന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഏതാണ്ടൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ്. ആൾക്കാരെ കാണിക്കാൻ ഇങ്ങനെ വായിക്കുന്നതാണ്. വല്ലവരും കാണിക്കാനാണ് ഇത് കാണിക്കുന്നത്. അതുവഴി നടന്നു പോവുകയൊക്കെ ചെയ്യും. ആൾ കൂടുതലുള്ള ദിവസം, ശനിയാഴ്ച ദിവസം ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അത് കാണാൻ ആൾക്കാർ ചിരിച്ച്, ഇയാൾക്ക് പിന്നെ ഒന്നും മനസ്സിലാകത്തില്ലല്ലോ കണ്ടു. ഇയാൾ കാണിക്കുന്ന എല്ലാവരും, എന്നോട് അവിടുത്തെ പിള്ളേരാണ് പറഞ്ഞത്, ശനിയാഴ്ച ദിവസം നടന്നു പോകുന്നതാണെന്ന് ഇതുവഴി. അതൊന്ന്. അപ്പം ഇതുപോലെ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താൻ ആലോചിച്ചു 20,000 പേര് കാണത്തില്ലേ? ഇവന്മാരായിരിക്കത്തില്ലേ ഈ പോസ്റ്ററിൽ പാലൊഴിക്കുന്നു? ഈ ടീമിനോട് പറഞ്ഞ് ഇവരത് ചെയ്യും. ഇവർക്ക് അതിനുള്ള സെൻസ് ഇല്ല. ഇതൊരു പൊട്ട പരിപാടിയാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ വിചാരം ഇതെന്തോ വലിയ കാര്യമാണ്. സിനിമയെ പറ്റി ആണ്ടൊക്കെ പറഞ്ഞു. സിനിമയെ പറ്റി എന്തോ ഈ പറയുന്നത്? ലാഗുണ്ട്, നല്ല ഡയറക്ഷനാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്, മേക്കിംഗ് ഇഷ്ടമായി. പിന്നെ എന്ത് പറയുന്നു ഇവർ? 2 ഡയലോഗിൽ ഞാൻ റിവ്യൂ ആണെങ്കിൽ, ഞാൻ റിവ്യൂ ചാനൽ തുടങ്ങുകയാണെങ്കിലേ 1.5 സെക്കൻഡിൽ ഞാൻ റിവ്യൂ പറയും. 1.5 സെക്കൻഡിൽ റിവ്യൂ പറഞ്ഞ് തീർക്കുന്ന ഒരു ചാനൽ തുടങ്ങി എങ്ങനെയുണ്ടോ? കൊള്ളാം, നല്ല കൊള്ളാം, കൊള്ളത്തില്ല, കൊള്ളില്ല, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് പിന്നെ എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത്? അതിന്റെ മറ്റേത് അതിങ്ങനെയാണ്, മറ്റേത് ഒന്നും പറയേണ്ട കാര്യമില്ല. കൊള്ളാമോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്ത് തോന്നി? നമുക്ക് കൊണയ്ക്കാം, വെറുതെ കൊണച്ചു വിടാൻ വേണമെങ്കിൽ. ഇവന്മാര് ഈ ഭയങ്കര പരിപാടി ഇതെന്തുകൊണ്ട് പറയേണ്ട തന്നെ അറിയാമോ? ഇവന്മാര് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇമാതിരി തീട്ട സിനിമയൊക്കെ ഉണ്ടാക്കി കൊണ്ട് തിയേറ്ററിൽ ഇറക്കുന്നതിന് മുമ്പ് ഇവര് പൊക്കി വിടും, ഭയങ്കരമായിട്ട് തള്ളും. അതും കഴിഞ്ഞ് അപ്പോഴും നിർത്താതെ ഇവർ പിന്നെയും ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ പിന്നെ എന്ത് ചെയ്യും? അടുത്ത പരിപാടി നടത്തും, മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട്. ഈ പൊട്ടന്മാർ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മളിത് പറയാം, ഇവര് മറ്റു സാധനങ്ങളൊക്കെ ഇറക്കും. മാർക്കോ കണ്ടിട്ട് കാണാൻ പറ്റിയില്ലേ? ക്ലബിക്ക് മാർക്കോ എനിക്കൊരു 10 മിനിറ്റ് പോലും ഇരുന്ന് കാണാൻ പറ്റിയില്ലടോ. ഞാൻ ഇട്ടിട്ട് ഇറങ്ങി ഓടി. ഞാൻ മറ്റേ എന്റെ പൊന്നെ, ഇതാണ് ഇവിടെ ഭയങ്കര ഐറ്റം. ഞാൻ കണ്ടില്ല, കാണത്തില്ല. 10 മിനിറ്റ് തികച്ചില്ല. എനിക്ക് ആദ്യത്തെ ഒരു തുടക്കം തന്നെ നമുക്ക് പരിപാടി ഇതിന്റെ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനത്തെ പരിപാടികൾ കാണിച്ചു വെച്ചാണ്. പിന്നെ കുറച്ച് വയലൻസ് ഒക്കെ എടുത്ത് ആഡ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് വയലൻസിലോട്ടൊന്നും പോയില്ല. അതിന് മുമ്പ് വിട്ടു, നിർത്തി. അതിന് മുമ്പ് തന്നെ വിട്ടു. അങ്ങോട്ടൊന്നും മാത്രം ഒന്ന് കണ്ടു നോക്കാൻ പറ്റും. വയ്യടോ, അത്ര വയ്യ. അതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റൊന്നുമില്ല. ന്യൂ ജനറേഷൻ പിള്ളേർ പറയും തന്ത വൈബാന്ന് പറയുന്നത്. ഇത് എന്ത് വൈബാന്ന് എനിക്ക് അറിയില്ല. ഇതിനാണ് തന്ത വൈബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് അതൊക്കെ പറയുള്ളൂ. ഇമാരെ നല്ല സിനിമയും കണ്ടിട്ടില്ല, അതാ വേറെ കുഴപ്പം. ആകെ മലയാളം പൊട്ട മാർക്കോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ സാലോ കണ്ടാണോ മഴേ? സാലോ അത് എന്നത്തെ പടവാ? 1976 എന്നാന്ന്? അന്ത കാലഘട്ടത്തില് വയലൻസ് തുടങ്ങിയത്. പിന്നെ ഹോസ്റ്റൽ എന്ന് ഒരു പടം കണ്ടാണ്. ഹോസ്റ്റൽ 1, 2, 3 ഒക്കെ ഉണ്ട്. ഹോസ്റ്റൽ ഉണ്ടല്ലോ. അതൊരു പഴയ വയലൻസ് കൂടിയ മൂവിയാ. 2000-ലൊക്കെ എങ്ങാണ്ട് ഇറങ്ങിയതാ. 2002-2003 കാലഘട്ടങ്ങളിൽ എപ്പോഴും ആണെന്ന് തോന്നുന്നു. എന്നാൽ ആ സമയത്താണ് ഞാൻ കണ്ടത്. ഇംഗ്ലീഷാ.
അതെന്നാടോ അന്ന് എടോ ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, ഈ 70-ലും 60-ലും ഒക്കെ എടുത്തു വെച്ച ഇംഗ്ലീഷ് സിനിമകളുടെ അല്ലെങ്കിൽ ഫോറിൻ സിനിമകളുടെ ഒന്നും നിലവാരത്തിലോട്ട് മലയാള സിനിമ വന്നിട്ടില്ല. ഡയലോഗ് പോലും ശരി, ഡയലോഗ് പോലും പറയിപ്പിക്കാൻ ഇവിടുത്തെ സിനിമാക്കാർക്ക് ഇതുവരെ കോപ്പി അടിച്ചുകൊണ്ട് വരടോ. അതും ഈ 50 വർഷം കഴിയുമ്പോൾ. മറ്റേ പൾപ്പ് ഫിക്ഷൻ എവിടെ നിന്ന് എടുത്ത് അന്ന് നമ്മുടെ 25-17 ആണോ? അത് എത്ര വർഷം? 96 ആണെന്ന് തോന്നുന്നു പൾപ്പ് ഫിക്ഷൻ. ആ സമയത്ത് എഴുതിയത് അവന്മാര് കോപ്പി അടിച്ചത് മുരളി കോഫി അന്ന് കണ്ടതാ. സ്കൂളിൽ എങ്ങാണ്ട് പഠിക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടി ഒന്ന് കണ്ടുപോയി. എല്ലാ ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോഴാണെന്ന് അറിയത്തില്ല. അതടിക്കാൻ തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു അന്യായ സാധനമാണ്. അതെന്താന്നറിയാമോ? അത് അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ക്രിയേറ്റീവ് അല്ല എന്ന് പറയുന്നത്. ഇവരെ കൊണ്ട് ഒരു സാധനം 1994 അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇവർക്ക് ഇവരുടേതായിട്ട് ഒരു സാധനം കണ്ടെത്തി പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം കണ്ടെത്താനോ അല്ലെങ്കിൽ 1975 ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു ഡയലോഗ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റൊന്നുമില്ല. ഇപ്പൊ പൾപ്പ് ഫിക്ഷന്റെ കാര്യം എടുത്തു നോക്കണം. പൾപ്പ് ഫിക്ഷന്റെ ഒരു ഹോസ്റ്റൽ 2005 ആട്ടോ. പൾപ്പ് ഫിക്ഷന്റെ സീൻ ആലോചിച്ച് ആ സിനിമയുടെ ഒരു സീൻ ആലോചിച്ച് നോക്കണം. നമ്മള് ഇവര് രണ്ടുപേരും ഈ മറ്റേ എന്ത് നിക്കോൾസൺ, അയ്യോ ജാക്ക് നിക്കോൾസൺ അല്ല, ജാക്ക് നിക്കോൾസൺ മറ്റേ ആള്. ഇവർ രണ്ടുപേരും അല്ല സോറി ഇയാള് ഈ തോക്കുമായിട്ട് പോണ അളിയന്മാര് രണ്ടുപേരും. ഇവരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോണ കാണുമ്പോഴേ ഇവരിങ്ങനെ വേറെ പെണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞു എടി എടാ മറ്റേ അവളങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ വേറെ ആ ഫ്ലിപ്പ് തരുന്നുണ്ടോ. അതൊരു ബോധമാണ്, ഒരു സിനിമാക്കാരന്റെ ബോധം അത്. അതായത് ഇങ്ങനത്തെ കോൺവെർസേഷൻ ഒക്കെ നടത്തി ഒരു ഡോറിന്റെ വാതിക്കെ ചെന്ന് നിന്നിട്ട് ഡോറ് തുറന്നു കഴിയുമ്പോൾ പിന്നെ വേറെ സീന നടക്കുന്ന അവിടെ. അപ്പൊ തന്നെ തോക്കെടുത്തിട്ട് വേറെ പരിപാടി നടക്കണം. നമ്മൾ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ബിൽഡ് ചെയ്യാനും അതിന് തൊട്ട് മുമ്പ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കഥയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവ്, അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു കഴിവ്, ആ കഴിവ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അളിയൻ പോയിട്ട് പാത്രത്തിനകത്ത് തോക്കും കൊണ്ട് വരിക. ഇത് കാണിക്കുമ്പോൾ ഇവിടുത്തെ തിന്നട്ട തോക്ക് അല്ലോ ഇമാര് ഈ മണ്ടന്മാരുടെ കൈയടി മേടിച്ച ആളുകളാണെന്നത് നമ്മൾ കാണുന്നത്. അതാ ഇവിടുത്തെ പ്രശ്നം. ഇതൊന്നും ആരും മിണ്ടില്ല. ഇവർക്ക് എന്തും ഇങ്ങനെ കാണിക്കാം. ഇവർ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തുകൊടുന്ന് ഇവിടെ വെച്ചിട്ട് ഈ പരിപാടി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി കണ്ടിട്ട് സൂപ്പറാന്ന് പറയണം. അവന്മാര് പറയും, എല്ലാവരും പറയണമെന്ന് പറയരുത് കേട്ടോ. ഇന്റലക്ച്വൽ ആയിക്കോ, അവിടെ പോയി ആയിക്കോളണം. എവിടെ ആ കോർത്തിനകത്ത് അവിടെ ഇരുന്നോളണം, അവിടെ കൊണ്ട് നിർത്തിക്കൊള്ളാം. വേറെ ഒരിടത്തും ചെല്ലാൻ പറ്റത്തില്ല ഇവർക്ക്. ഇതും പറഞ്ഞ് ഇവനൊക്കെ ഒരുമാതിരിപ്പെട്ട സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ടല്ലോ. ഈ പൃഥ്വിരാജിനെയൊക്കെ എടുത്തിട്ട് അലക്കുന്ന കണ്ട പൃഥ്വിരാജിന് സങ്കടം വരും. പൃഥ്വിരാജ് അങ്ങനത്തെ സർക്കിളിൽ പോയി ഇരിക്കാത്തതുകൊണ്ടാണ്. നല്ല കൊള്ളാവുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടിടണം അവനെയൊക്കെ. എന്താ ദിലീഷ് പോത്തൻ ഇയാളെ വെച്ചിട്ട് പടം ചെയ്യാത്ത ഈ പറയുന്ന ഇവിടെ കൊള്ളാവുന്ന സിനിമ എടുക്കുന്ന ആൾക്കാരിൽ ഒരാൾ, എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ദിലീഷ് പോത്തൻ. കൊള്ളാവുന്ന ഒരുത്തരാ. ശ്യാം പുഷ്കറിനുണ്ട്, എഴുത്തുകാരൻ. ശരി, ഇവരൊന്നും ഇവനെ കൊണ്ടൊന്നും എടുക്കത്തില്ല. അങ്ങനെ ഒരു പരിപാടി അവർ പിടിക്കുന്നില്ലല്ലോ. അതെ, ഇയാള് പോയിട്ട് മറ്റേ ജോഷിയുടെ ഒക്കെ സിനിമയിൽ അഭിനയിക്കാന്ന്. ജോഷിയെ അത് കൊള്ളാം. ഇതൊക്കെ ആരാ? ഷാജി കൈലാസിന്റെ സിനിമയില് ആണാണ് അതൊക്കെ ഉള്ളവന്. അത്രേ ഉള്ളൂ, അത് നടക്കുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ സീനാണ് ഈ സാധനമാണ്. അതിനാണ് ആരൊക്കെയാണ് ഇത്? സാമുവൽ ജാക്സൺ ഇത് ട്രവോൾട്ട്. അയാളൊക്കെ എന്താ ഡാൻസ് അതിനകത്ത് കളിച്ച ആ ഒരു ഡാൻസ് ഇല്ലേ, ഉമാ തുർമനും എന്ത് സാധനം അത്, ട്വിസ്റ്റ്, അടിപൊളി പാട്ടും. അത് ആക്ച്വലി ശരിക്കും അത് 2 സിനിമക്കുള്ള കഥ പുള്ളി ഒറ്റ സിനിമ ആക്കിയതാ. മറ്റാളിയൻ ടെറന്റീനോ 2 സിനിമക്കുള്ള കഥ വെച്ചായിരുന്നത്. അപ്പുറത്ത് വേറൊരു സാധനമുണ്ട്, മറ്റേ പേര് മറന്നു പോവാണ്. ഈ പാട്ട് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇവിടേക്ക് സ്ഥിരമായിട്ടിരുന്ന് കേൾക്കുവാ. അതെനിക്കറിയാം. ഇവൻ ഡാൻസറാണ് പണ്ട്, അത് കഴിഞ്ഞ സിനിമ വന്ന പുള്ളി. ഇതിനകത്ത് അടിക്കുന്ന അടി കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ സാധനം വലിച്ചു കയറ്റുന്നു.
ഇല്ല. ഇങ്ങനെ വെറുതെ ക്യാമറയിലേക്ക് തല ഇങ്ങനെ പൊക്കി ക്യാമറയിലേക്ക് നോക്കുന്നുള്ളൂ. അതൊന്ന് കണ്ടു നോക്കി. അങ്ങനെ ഇവിടെ ആരും നോക്കി നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ എവിടെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് നമ്മൾ ട്രോൾഡ് ആണോ ആരും നോക്കാനകത്ത് അയാള് അവന്റെ ഞെട്ടലടക്കം അത് അവര് പക്ഷേ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തില്ലല്ലോ. ആക്ഷൻ പറയുന്നവർക്ക് നമുക്ക് കിട്ടത്തില്ല. അവര് നാച്ചുറലി ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇത് നടന്ന സംഭവം, അതായത് ഇവിടെ കാണുന്ന എന്തോ അവിടെ നടക്കുന്ന സിറ്റുവേഷനിൽ ചെന്ന് ആരോ ഒളിച്ച് ക്യാമറ വെച്ച പോലെ ഇരിക്കും. ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല. ഇവിടെ ഓരോ ആക്ഷനും ഓരോ കട്ടും നമുക്കറിയാം. എന്നിട്ട് എന്ത് പറയുമെന്ന് അറിയോ? എന്നിട്ട് ഇവര് പറയും ഇത് മെത്തേഡ് ആക്ടിങ് ആണ്. ഇത് മറ്റേത് നാച്ചുറൽ ഇതിൽ നടക്കുന്നത്. നാച്ചുറൽ ഇന്നലെ പാലാരിവട്ടത്ത് നടന്നു. ഇന്നലെ നാച്ചുറൽ ആക്ടർ വോയിസ് എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ തന്നെ. ഡാൻസും അടിപൊളി ഇയാളുടെ. അപ്പോൾ ഇവിടെ എടുത്തും കിടന്നുകൊണ്ട് താങ്ങനൊക്കെ അത് ഇല്ലെന്നില്ല. അത് പിന്നെ വൃത്തികെട്ട ഡാൻസ് ആടോ അത് മോഹൻലാലിന്റെ ഡാൻസ്. അതിന്റെ ഇടയിൽ തമാശ ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യും. അമ്മാവനെ വൃത്തികെട്ട ഒരു സിനിമ. തമിഴ് പടമൊക്കെ ഇതിലും ഭേദമോടെ ശരിക്കും മലയാളത്തിനേക്കാളൊക്കെ ഒത്തിരി ഭേദമാ. തമിഴ് പടമൊക്കെ തമിഴന്മാര് പോലും അതൊരു തമിഴ് പടമായിട്ടാണ് കാണുന്നത്. വേറൊരു കാര്യമുണ്ട്, അവര് മറ്റേ സ്പൂഫ് ഇറക്കിയത് എന്തെന്നാ അറിഞ്ഞത്? തമിഴ് പടം മോനെ പാട്ട് പച്ച യെല്ലോ പിങ്ക് അതായത് പച്ച തമിഴ് എന്ന് പറയുന്ന സാധനം അവരെ ഉരുക്കി. അവന്മാര് ഭയങ്കര തമിഴ് സാധനം ഉണ്ടല്ലോ, അതിനെ വരെ അവര് ഊക്കി. പച്ച പച്ച യെല്ലോ പിങ്ക് തമിഴ് ഉലകത്തെ. ഞാൻ ഈ പടങ്ങാഴ്ച നിർത്തിയാന്ന് എന്ന് നിർത്തി. അന്ന് അതുവരെയുള്ള പടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുമാതിരി പടങ്ങളൊക്കെ അറിയാം, പക്ഷേ പിന്നെ അറിയത്തില്ല. ഈ പരസ്യം കാണിക്കുമ്പോ ഉണ്ടല്ലോ വിരൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാ ഇവിടുത്തെ വലിയ സംഭവമാക്കി. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ പൊക്കിക്കൊണ്ട് നടപ്പുണ്ടാകുന്ന ആരാണ്ട് ഏതാണ്ടൊരു കാര്യം ഇയാളുടെ മോന്തയ്ക്ക് വന്നെന്നോ. ഇയാളെന്തോ വലിയ ഇതാണ്ടെന്നൊക്കെയാ പറഞ്ഞത്. എനിക്കറിയില്ല ഇതൊന്നാണ്. അതിൻ്റെ ഇടയിൽ മറ്റവര് പ്രൊഡ്യൂസേഴ്സ് അതുണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതൊന്നും ശരിയല്ല. അപ്പൊ ഇപ്പുറത്ത് വേറൊരു പ്രൊഡ്യൂസർ എന്ന് പറയണം അതെന്താ അങ്ങനെ പറയണം, അത് ശരിയല്ലെന്ന്. അപ്പൊ അമ്മ സംഘടന AMMA വേറെ, മറ്റേത് വേറെ. ഇയാള് പറഞ്ഞ ഡയലോഗാ പിന്നെ മോഹൻലാൽ കുറെ കൊല്ലം പറഞ്ഞു. ആ സിറ്റുവേഷനിൽ അവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാം, അവിടെ പ്ലേറ്റ് അടങ്ങുന്ന ശബ്ദം കേൾക്കാം, വെള്ളം ഒഴിക്കുന്ന ശബ്ദം കേൾക്കാം, അതിന്റെ ഇടയിൽ ഇവരുടെ ഡയലോഗ് കേൾക്കാം. അതെ, ഇവിടെ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ. അത് ഇവർ രണ്ടുപേരും ഹോട്ടലിൽ പോയിരുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വർത്താനം പറഞ്ഞാൽ കേൾക്കാം. But they wouldn't be friendly very long if they know my business was drugs instead of gambling, which they would have as a harmless vice. But drugs is dirty business. സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല. ഡ്രഗ്സ് ഇസ് ഡർട്ടി ബിസിനസ്. അത് അതിനിടയെന്ന് പെറുക്കി വരുത്തും ഇവിടെ അതിനകത്ത് ഒരു കാരണവശാലും സീരിയസ് ആയിട്ട് എടുത്ത സാധനം അല്ല ഇത്. മോശം കറക്റ്റ് കാര്യം പറയുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടോ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഞാൻ അന്നും പറഞ്ഞല്ലോ എന്നൊക്കെ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനു മുമ്പ് പറഞ്ഞ ആളുടെ ഇത് എടുത്തിട്ട് ഇയാള് പറഞ്ഞിട്ട് പറയണേ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. കഷ്ടമുണ്ട്. അതിപ്പോ ഇറക്കിയിട്ടും ഇവർക്ക് ഇതറിയത്തില്ല. ഈ സീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ. നാർക്കോട്ടിക്സ് ഇത് ഡ്രഗ്സ് ഇസ് ഡർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് പറയുന്നുണ്ട്, പക്ഷെ ഇയാൾ ഡ്രഗ്സ് ഇസ് നോട്ട് എന്ന് പറയുന്നു വിടുന്നു. ഡ്രഗ്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഈ സാധനം ആരും കേട്ടിട്ടില്ലെന്ന്. ആര് കേൾക്കാനാ? ഇവന്മാരുടെ വിചാരം ഇവരെ ഇതൊക്കെ പൊക്കിയെടുത്തോണ്ട് വരുന്ന ആർക്കും അറിയത്തില്ല. എല്ലാം പൊക്ക. അത് ഇതിനകത്തൊന്നൊക്കെ പൊക്കാവോ? ഇതിനകത്ത് ഒരു സാധനം പൊക്കാൻ പാടില്ല. കൊണ്ട് വെക്കും ഇവരിത്. അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവച്ച് എങ്ങനെ ഇരിക്കുവോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പൃഥ്വിരാജ് എടുത്ത സിനിമക്കകത്ത് പ്രധാനമായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ് ഫാദർ എന്തൊക്കെ കൊണ്ടുവന്നാലും സെപ്റ്റി ടാങ്കിലല്ലേ വെക്കുന്നത്. അല്ല, പൾപ്പ് ഫിക്ഷൻ ഇങ്ങനെ കൊള്ളാവുന്ന സിനിമകളിൽ നിന്ന്
ഈ സാധനം ഒന്നും ഇപ്പോഴും വിടാൻ പറ്റിയിട്ടില്ല. ഇത് ഗോഡ് ഫാദർ ഒന്നും ഇപ്പോഴും വിട്ടിട്ടില്ല. അതല്ലേ ബ്രോ എന്താ മമ്മൂട്ടിയുടെ പടമൊക്കെ വന്നല്ലോ കഴിഞ്ഞിടയ്ക്ക്, അമൽ നീരത്. അയ്യോ എന്തായിരുന്നു അത്? മറന്നുപോയി. മറ്റേ ഇതിനകത്ത് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയില് ഇഫ് യു ഗോണ ഷൂട്ട് ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയാണ് കഴിഞ്ഞിടയ്ക്ക് കണ്ടത് കാണിച്ചു. അതുകൊണ്ടല്ലേ പാവങ്ങളാന്നേ. ഇവിടത്തെ പൊട്ടന്മാരെ പടവും കണ്ടിട്ടില്ല, ഒന്നും അറിയത്തുമില്ല, എന്തുവാ ചെയ്യുന്നത്. ഞാൻ മനസ്സിലിടൂ ആട് ജീവിതം എന്ന് പറഞ്ഞ പടം എടുത്തപ്പോഴും കുറെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ വിചാരം വേറെന്തോ, ഇവര് അറിയത്തില്ലല്ലോ പിള്ളേർക്ക്, ഇത് കണ്ടിട്ടില്ല സിനിമ എന്നും. പേരെങ്കിലും മാറ്റിയിടണമായിരുന്നു. ആട് ജീവിതം ഞാൻ അതിനകത്ത് അവസാനം ആടിനെ അറുത്ത് തിന്നോ അല്ലടാ, ഈ താടിയൊക്കെ വളർത്തി അളിയൻ റോഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം അടുത്ത സീന്. അതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കുക. ഈ ബ്ലസ്സിക്കൊന്നും ഒരു ഇച്ചിരി മാറ്റി ചെയ്യാൻ ധൈര്യം പോലും ഇല്ലാത്ത മനുഷ്യൻ. സെൻസ് ഇല്ലായ്മല്ലടോ, പേടിയാ, മാറ്റി പിടിക്കാൻ അറിയത്തില്ല. പഠിച്ചൊരു സാധനം ഉണ്ടല്ലോ ഇവര്, കുറെ നാളായിട്ടിരുന്ന് പഠിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പെരേരെ കുറേ വർഷം സിനിമയിൽ ഇരുന്നിട്ട് അങ്ങ് നടന്ന് കുറേ അങ്ങ് പഠിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടൊരു കഥ കിട്ടുമ്പോൾ എന്തോ ചെയ്തപ്പോൾ ആയി പോവുക. അല്ലാതെ ഇവർക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആള് റോഡിന് സൈഡിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അടുത്ത കാറ് നിർത്തത്തില്ല, ആ ആംഗിൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ കാർ ഇങ്ങനെ ഫ്രെയിമിന് പുറത്തോട്ട് പോകും, വെളിയിൽ പോകും. അപ്പോൾ ഈ അളിയനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ നമുക്ക് ഉറപ്പാണ് ആ കാർ റിവേഴ്സ് വരും. ആ കാർ വരാനുള്ളതാന്നുള്ളത് ആ ഷോട്ട് കാണുമ്പോൾ അറിയാം. മനസ്സിലായില്ലേ? അവർ അങ്ങനെ ചെയ്തേക്കുന്നത് ഒരു ലക്ഷക്കണക്കിന് സീനുണ്ട് അങ്ങനത്തെ. അതിനകത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നോർമലായിട്ട് വെറുതെ എന്തേലും കാണിക്കും മൈരുകളെ, എന്നിട്ട് ഇത് തന്നെ കാണിക്കുന്നു. ആ ട്രെയിനിലെ കമ്പിയെ പിടിച്ചപ്പോ തന്നെ അവന്റെ അടിച്ചു, അവന്റെ കർണക്കുറ്റി കൊറണം കൊണ്ട് കൊടുത്തിട്ട് പോടാ മൈര ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഓൺ ദ സ്പോട്ട് ഇറങ്ങി പോടാ മൈര എന്നാ പറയണ്ടത് എല്ലാരോടും. ഒന്ന് ബ്ലസ്സി, പൃഥ്വിരാജ്, പിന്നെ ആരൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നത് എല്ലാ മൈരന്മാരോടും പോടാ മൈര എന്ന് പറയും. അല്ലാതെ ഇത് ആരാ കാണുന്നേ? എന്തോ ഭാഗ്യത്തിന് ഇതിന്റെയൊക്കെ ക്ലിപ്പൊക്കെ ഈ വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന വാട്സപ്പില്. എല്ലാവരും അറിയാനൊന്നും ഇല്ല, ഇവരല്ലേ ചെയ്യുന്നേ. ഇത് ഞാൻ നോക്കിയപ്പോൾ കാണുന്ന സീനയുടെ ട്രെയിനിനകത്ത് കയറി അപ്പം മഴ പെയ്യും, പിന്നെ പോരാത്തതിന് വാതിക്ക് വന്നിട്ട് ഇങ്ങനെ എഴുതി ഈ പറയനൊക്കെ. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഇതൊക്കെ ഏത് കാലത്ത് കഴിഞ്ഞ സീന്? പിന്നെ അത് തന്നെ ബ്ലസ്സിയെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. വലിയ ഡയറക്ടറാണെന്ന് പറഞ്ഞത്, ഇവിടുത്തെ ഭയങ്കര മുരുട്ടി വെച്ചേക്കുന്ന ഡയറക്ടറാണ്, ഒന്നിനും കൊള്ളത്തില്ല. മനസ്സിലായോ? എന്നിട്ട് ഓസ്കാറും തള്ളിക്കൊണ്ട് പോയെന്നാ പറയുന്നത്. ഇത് ഈ സാധനമൊക്കെ ഇതിനകത്തൊന്ന് മൊത്തം എഡിറ്റ് ചെയ്ത് കളഞ്ഞാണ്, നല്ല 1 മണിക്കൂർ വരെ ആക്കി കാണുന്നത്. എന്നാലും എന്താക്കാനാ? ഡെസേർട്ട്, എസ്കേപ്പ് ഫ്രം ഡെസേർട്ട് എന്ന് പടം എടുത്തൊന്നും അവിടെ ഒന്നും ഓസ്കാറൊന്നും കിട്ടത്തില്ല. അങ്ങോട്ട് ചെന്നേച്ചാൽ മതി, അടുപ്പിക്കത്തില്ല ഏരിയയിലോട്ട്. ഡെസേർട്ടിൽ കിടന്ന് ഓടി, ഒരുത്തം മെലിഞ്ഞു, ഇതൊക്കെയാണോ അവിടെ കാണുന്നത്? ഈടാ ഇവന്മാർ ഓസ്കാർ അവാർഡ് വിന്നിങ് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല. എനിക്കത് അറിയാൻ പറ്റത്തില്ല. ഇവർക്ക് ഓസ്കാറിനെ പറ്റി ഇവര് സിനിമയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് ഒന്നും നടക്കില്ല. ഇവിടെയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഇത് ഇവരെ കൊണ്ട് പറ്റില്ല. ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇവരെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുന്ന, ഇവരെ കൊണ്ട് നടക്കുന്ന പരിപാടി അല്ലത്. മനസ്സിലായോ? ഇവർക്ക് ചെയ്യാൻ അറിയില്ലത്, അത് എങ്ങനെ ചെയ്യണമെന്നോ ഒരു എനിക്കറിയത്തില്ല. എന്തോ ഇങ്ങനെ കുറച്ച് പടം ഇറങ്ങൂടോ വർഷത്തില്. ഇപ്പൊ ആട്ടം നല്ല പടമാണ് കേട്ടോ, അതിന്റെ ഡയറക്ടറൊക്കെ കൊള്ളാം, അതൊരു വ്യത്യാസം ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ ബ്രഹ്മയുഗം, അത് പക്ക വെറൈറ്റി ആയിപ്പോയി. അങ്ങനെ ഒരു സാധനം ബ്രഹ്മയുഗത്തിന്റെ ഐഡിയ ഐഡിയ മാത്രമല്ല, മൊത്തത്തില് പരിപാടി ഒരു സിനിമ എന്ന രൂപത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് മാത്രം ആലോചിക്കും, താങ്ങിനൊന്നും ആലോചിക്കും, അത് കളറായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. ഇച്ചിരി ഷോ ആരും വിചാരിക്കത്തില്ലടോ, അത് ശോകമൊന്നും ആക്കത്തില്ല. കളറാണെങ്കിൽ കളറിൻ്റെതായ സാധനം കൊണ്ടില്ല. അപ്പൊ കാലഘട്ടം പ്രശ്നവും ഒരു പ്രശ്നമാകത്തില്ല. അതിനകത്ത് അത്ര സ്ഥലമേ ഉള്ളൂ. ഇവന്മാരിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞത് കറക്റ്റ് സാധനം തന്നെയാണ്, പക്ഷെ കളറാകുന്നതിലും ഒന്നും സംഭവിക്കാനില്ല. കളറാണെങ്കിൽ എന്ത് സംഭവിക്കാനോ? യക്ഷി സീനൊക്കെ സൂപ്പർ ആയിരിക്കും രാത്രി ലൈറ്റിൽ. അവസാനം ആ യക്ഷിയെ കാണുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് തന്നെ കളർ വന്ന എന്താ കുഴപ്പം? നല്ല അടിപൊളി ഒരു മാനേ. അല്ല, ഒരു കാലഘട്ടം ഇങ്ങനെ തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. എന്തിനാണേലും അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഒരുപാട് പണിയുണ്ട് അതിനകത്ത്. ഇവിടെ അതിനകത്ത് എഫക്ട്സും ഭയങ്കരമാണല്ലോ. അവസാനമൊക്കെ കറങ്ങി തല കറങ്ങുന്ന പോലെ കറക്കത്തില്ലേ ഇട്ട്, അതൊക്കെ രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. എവിടെയാണെങ്കിലും കൊണ്ട് വെച്ചല്ലോ. പിന്നെ മമ്മൂട്ടിയും എല്ലാം കൃത്യമായിട്ട് അഭിനയിച്ച് സംഭവം നല്ല രസമുണ്ട്. പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. എനിക്ക് ആ ഇത് കിട്ടി, മറ്റേ പെട്ടെന്ന് വെളിച്ചം വരത്തില്ലേ, പെട്ടെന്ന് കട്ടിയിട്ട് ബുമ്മെന്ന് പറഞ്ഞുകൊണ്ട് ഡേ കാണിക്കുന്ന സീനുണ്ട്. ഇരുട്ടി ഇങ്ങോട്ട് വന്നിട്ട്
ആ ഒരു സാധനം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനകത്ത് കിട്ടി മൊബൈലിൽ. അത് ഞാൻ കാണിക്കാം. ഒരു വല്ലാത്ത പരിപാടിയാണ്. വെളിച്ചം പെട്ടെന്ന് മാറ്റും. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചോണ്ട്. അപ്പൊ ഈ ഭ്രമയുഗം വെറൈറ്റി ആണ് കേട്ടോ. ഞാനൊരു കഴിഞ്ഞ ഒരു 10-20 വർഷം അല്ലെ 25 വർഷമായിട്ട് സിനിമ കാണുന്നുണ്ട്. 25 വർഷമല്ല കാണാൻ തുടങ്ങിയിട്ട്, എന്ന് വെച്ചാൽ വേണ്ട 25 എടുക്കാം. ഇത്രയും നാളായിട്ട് ഞാൻ ഒരിക്കലും ഭ്രമയുഗം പോലത്തെ ഒരു പടത്തെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയാന്ന് ആ സമയം മറ്റുള്ള സിനിമകളൊക്കെ ഓക്കെയാണ്. പുലിമുരുകനൊക്കെ വരുന്നത് നമുക്കറിയാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെ ഇവർ ചെയ്ത എല്ലാ ഭ്രമയുഗം ആക്ച്വലി എനിക്ക് ഇങ്ങനെ ആലോചന ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ സിനിമകളെ കുറിച്ചൊക്കെ ഉള്ള തോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ എന്താ പറയണത്, ഈ ഇവിടുത്തെ കുറേ സ്റ്റോറീസ് ഉണ്ടല്ലോ, ഈ മിത്ത്, മറ്റേ യക്ഷി പ്രേതം എന്നൊക്കെ പറയണ പോലത്തെ സാധനത്തിന്റെ പരിപാടിയൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ചാത്തൻ പരിപാടിയെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചാത്തനായിട്ട് മാത്രമല്ലോ മമ്മൂട്ടിയെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത്, മമ്മൂട്ടി കൂടെ 2-3 പിള്ളേരെ നിർത്തി വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഒരു വന പോലൊരു സെറ്റ് വിട്ട് അതിനകത്തിരുന്ന് ഇത്രയും പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പല തരത്തിലുള്ള നമ്മൾ പല സിനിമ കാണുമ്പോൾ നമുക്ക് പലതും തോന്നും, ഇതിങ്ങനെ ആയിരുന്നേൽ അങ്ങനെ ആയിരുന്നേലെന്നൊക്കെ. പക്ഷേ ഭ്രമയുഗം തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും തോന്നിയാന്ന് അങ്ങനെ ഒരു സിനിമ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലതും നമുക്കറിയാം ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ഭ്രമയുഗം വന്നപ്പോ പോലും അത് എന്താന്നൊരു ഊഹമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ പരിപാടി? അതെ, പക്ഷെ കൊള്ളാമെന്നു. അതൊരു വെറൈറ്റി സംഭവമായി പോയെന്നേ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സിനിമ ഇത്ര ആൾക്കാർ കാണുന്ന പോലും. പുതിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വരുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇത് അങ്ങനെ തോന്നിയെന്ന് പറയാം. ഈ ആർട്ടിസ്റ്റ് എന്നൊരു മൂവി വന്നില്ലേ, അതെന്നാണ് 2013-14 എങ്ങാണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓസ്കാർ അവാർഡ് വിന്നിങ് മൂവി ഉണ്ട്. ഏറ്റവും നല്ല ആക്ടർക്കൊക്കെ അവാർഡ് കിട്ടിയൊരു പടമുണ്ട്. ദ ആർട്ടിസ്റ്റ്. ഞാൻ കണ്ടില്ല. അയ്യോ അത് കാണണം. 2011 കേട്ടോ, 2011 അന്ന് ഞാൻ സിനിമ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ സീൻ അറിയാം എനിക്ക്. ഈ സീൻ ഭയങ്കര ഫേമസാ. അതായത് ഒരു കോട്ട്, ഇത് പടം മുഴുവനോ ഇല്ല ട്രെയിലർ. അതുകൊണ്ട് ഈ സീനുണ്ട്, ഇങ്ങനെ ഒരു സീനുണ്ട് ഇതിനകത്ത്. ആ കോട്ടിനകത്തോട്ട് ഇവർ കൈയിട്ട് കണ്ടോ, ആ കോട്ട് കണ്ടോ, ആ ഒന്ന സീനോടെ പടത്തിന്. അത് കുറേ ഉണ്ട്. ഈ പടം കഥയെ ഭയങ്കര വ്യത്യാസമാണ്. ഇത് ശബ്ദമില്ല, ഡയലോഗ് ഇല്ലാത്ത പടമാണ്. ഈ പടം വന്നപ്പോൾ ഇത് 2011 സംഭവം നടക്കുന്നത്. ഇത് വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാകുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ വീണ്ടും ആരെങ്കിലും കുത്തിപ്പോയി കൊണ്ടുവരുമെന്ന്. പക്ഷെ ഇവര് ചെയ്തേക്കുന്നത് ശബ്ദമില്ലാത്ത കാലത്ത് കാണിച്ചുകൊണ്ട് ശബ്ദത്തിലോട്ട് വരുന്നൊരു സമയമുണ്ട്. അതാണ് പടം. ഇവിടെ പക്ഷെ അതല്ല, ഇത് വേറൊരു ട്രീറ്റ്മെന്റ്. ഇത് പുതിയ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇതിനെ ഈ ലണ്ടൻ സ്കൂളിൽ കൊണ്ടുവച്ചില്ല, അതിന് തെറ്റൊന്നും ഇല്ല. പുതിയൊരു മേക്കിംഗ് അറിയില്ല. നല്ല സിനിമയാണ്, ലാഗ് ഉണ്ട്, എന്നാലും കണ്ട കുഴപ്പമില്ല. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ചെയ്തെന്നാ പറയുന്നത് എനിക്കറിയില്ല. ഒരു പടവും കാണാത്ത ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ? മേക്കിംഗ് കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയതാ. ഇത് അധികമായിട്ടില്ലേ മേക്കിംഗ് തുടങ്ങിയിട്ട്? ഞാൻ ആദ്യം ഓർത്ത് ഈ മേക്ക് ചെയ്യാൻ പോവാന്ന് ആരാണ്ടെ കൂടെ. ഞാൻ ഓർത്ത് വല്ല മേയ്ക്കാൻ പോവായിരിക്കും, വല്ല പശുവിനെ മേയ്ക്കാനോ അങ്ങനെ വല്ല സീനൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് ഓർത്തു. പടത്തിലൊക്കെ ആട് മേയ്ക്കാൻ പോയതോ. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും അങ്ങനെ ഇക്ക വീണ്ടും പ്രശ്നത്തിലായി. എന്നാലും ഞാൻ അതിനോട് ആലോചിക്കുന്നത്, ഈ ഒരാൾ മാത്രമാണോ മലയാള സിനിമയുടെ പ്രശ്നക്കാരൻ? നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ല ഇയാളോട്. ഇയാൾ ഒരു മണ്ടത്തരം കാണിച്ച് വലിയ ഡയലോഗ് അടിച്ച് വന്നിരുന്ന് വലിയ കുണ്ണയാന്നുള്ള രീതിയിൽ വന്നിരുന്ന് കുണ്ണത്തരം പറഞ്ഞു. അതേ ഉള്ളു കുഴപ്പം. ഇല്ലാതെ ആര് മൈൻഡ് ചെയ്യാൻ? ശരിക്കും ഇയാൾ ഇത്ര ഊക്കത്തൊന്നും ഇല്ല. ഇയാൾ പക്ഷെ അങ്ങനത്തെ ഒരു പറയനായിപ്പോയി. ചെയ്യുന്ന ആളാ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്ത് സിദ്ദീഖ് വാങ്ങാന്ന് പറയുകയല്ലേ ചെയ്യുന്നത്.
ഇയാൾ മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചുകൊണ്ട് ബാക്കി പലയിടത്തും പലതും പഴയതൊക്കെ ചകഞ്ഞ് ഈ പറയുന്ന ഇപ്പൊ തന്നെ കൂട്ടത്തിൽ പെട്ട പലരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഡൈവേർഷൻ അല്ല ഞാൻ പറഞ്ഞത്, വീഡിയോ വേണേ ഉണ്ടാക്കാം. ഇയാളോട് പ്രത്യേകിച്ച് കാലിപ്പൊന്നും ഇല്ല, എന്നാൽ പോലും ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനായി പോയി. അതുകൊണ്ടാ ഈ ഓവർ. സത്യത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇയാളായതുകൊണ്ട്. ഇയാൾ അത്രയും മാറിയ അല്ലാതെ ഇങ്ങനെ വന്ന് വൃത്തികെട്ടവൻ. അവനും ഇതെല്ലാം കണക്കാ. ഇതിന്റെ ബാക്കിയാണ് ഈ കാണുന്ന എല്ലാരും കേട്ടോ. അതായത് ഇതിന്റെ ആരെയും വലിയ സംഭവം ഇവരുടെയൊക്കെ മാർപ്പാപ്പയാണ് ഇരിക്കുന്നുണ്ട്. തറകളിലെ രാജാക്കന്മാരായിമാര്. തറകളിലെ രാജാവ്, ഒരേ ഒരു രാജാവ്. തറകളാ, വെറും തറ, തീട്ട കേസാ. മനസ്സിലായോ? ഒരു മാന്യമായ ഇടപാട് ഇവരുമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരുത്തൻ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം കണക്കാ. ഈ പറയുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഇതിനകത്ത് പെട്ടവരും പെടാത്തവരും എല്ലാം ഒരുപോലെ. എന്നിട്ട് ഇയാളെ മാത്രം ഇട്ട് ഈ കിടന്ന് കളിപ്പിക്കുക. ഇപ്പൊ അതൊരു, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുടക്കത്തിൽ അറിയാവുന്ന സിദ്ദിഖ് ഇരയാന്ന്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട് സിദ്ദിഖ് ഇട്ട് വെച്ച് നേരത്തെ വെച്ചതാ. എന്തേലും വന്നാ താങ്ങാൻ വേണ്ടേ. ഇവൻ അന്ന് അങ്ങനെ വല്ലതും ആണോ ഇറാൻ മൂളിൽ നിന്നാന്ന് ആർക്കറിയാം. എല്ലാ പടത്തിലും ചാൻസും കൊടുക്കും, എല്ലാത്തിനകത്തും കയറി നടക്കും. ഇങ്ങനെ ഇടന്ന് ഇങ്ങനെ ഒരു ഭവ്യതയും ഒരു ഓവർ കള്ളത്തരമുണ്ട്. എവിടെ ചെന്നാൽ ഒരു മാന്യതയും ഒരു ഊമ്പിയ ചിരിയും. ഇങ്ങനെ അങ്ങ് ഇരിക്കും കയറി, അങ്ങ് നടുക്ക് കയറി അതിന്റെ ഇടയിൽ എങ്ങനെ ഇരിക്കണേ ഇങ്ങനെ പുള്ളിക്ക്. അയ്യോ, ഇതുപോലൊരു എന്തൊരു പറഞ്ഞ സാധനമാണ് അത്. കണ്ടാ അറിയാം ഉളുപ്പൂവില്ല. ഇവിടെ എവിടെ താമസിച്ചിട്ട് എനിക്കറിയാം അയാള് താമസിക്കുന്ന എവിടാന്ന്. അത്രയ്ക്കും തറ. ഇങ്ങനത്തെ കുറേ ഉണ്ടെന്നേ. എല്ലാം അഭിനയിക്കുമെന്നാ പറയുന്നത്. ഓ, അങ്ങനൊന്നും ഇല്ല. ആറാട്ടനോട് ഞാൻ വേണ്ടത് തന്നെ സിദ്ദിഖിനെ പറ്റി ഒന്നും പറയരുത്, ദിലീപിനെ പറ്റി അതും പറഞ്ഞോണ്ട് പറയുമല്ലോ, അറിയാലോ. വേറൊരു കാര്യമുണ്ട്. ഈ സിദ്ദിഖ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. സിദ്ദിഖ് പണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ചാനൽ പരിപാടിക്കകത്തിരുന്ന് പറയുകയാണെ, ലാലേട്ടൻ ലാൽ സാറാണോ, ലാൽ സാറിനെ വിളിക്കത്തുള്ളായിരിക്കും. ലാൽ സാർ മറ്റേ ഏതൊരു പടത്തിന്റെ ഇതിനകത്ത് ഇടയ്ക്ക് ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് സീനിലും കണ്ട് അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അഭിനയിക്കുന്ന സ്വഭാവമുണ്ട് സിദ്ദിഖിന്. ഇയാളെ വന്ന് ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് ഇയാളുടെ ഇത് തെറ്റിച്ചളയും. അങ്ങനത്തെ പണിയൊക്കെ ഇയാൾ കാണിക്കുന്നു. എന്നിട്ട് ഇയാൾ പോയി നന്നായിട്ട് അഭിനയിക്കും. ഇയാൾക്ക് അതൊന്നും വേണ്ട, ഇയാൾക്ക് അതൊന്നും വേണമെന്നൊന്നുമില്ല. ഇയാൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അല്ല, 2 ദിവസം മുമ്പ് പണിയെടുക്കണോ, ഒരാഴ്ച മുമ്പൊക്കെ സ്ക്രിപ്റ്റ് മുഴുവൻ കാണാപ്പടം പഠിച്ചിട്ട് വീട്ടിലും കണ്ണാടിയുടെ മുതൽ പ്രാക്ടീസും ചെയ്തിട്ടായിരിക്കും വന്നത്. എല്ലാം പഠിച്ച് അങ്ങനത്തെ പിള്ളേരില്ലായിരുന്നോ സ്കൂളില്? ഒന്നും പഠിച്ചിട്ടില്ല മാർക്ക് മേടിക്കുമ്പോ ഫസ്റ്റ് തെണ്ടി ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറയും. അങ്ങനത്തെ കഞ്ഞിയാ. അപ്പൊ ആ ടീമാണ് ആ സാധനം സിനിമയെ കാണിക്കുന്ന ആളല്ലേ. അപ്പൊ ഇയാൾ എന്തൊരു ഒട്ടും പ്രൊഫഷണൽ അല്ല എന്നുള്ളതിന്റെ തെളിവാത്. ഇയാള് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവരെ ബുദ്ധിമുട്ടിക്കുക. ഈ ജോലി ചെയ്യുമ്പോഴേ ഇറാൻ മൂളിക്ക് മാത്രമേ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും അല്ലേ. എന്റെ അടുത്ത് വന്നിട്ട് ഇവരൊക്കെ ഇയാളെ പൊക്കി പറയുക, ഇതെന്തോ വലിയ കാര്യം ചെയ്ത പോലെ പറയുന്നത്. തനിക്കത് മനസ്സിലായി. അതായത് എന്നെ വന്ന് ഇങ്ങനെ ആക്കി. അപ്പൊ ഞാൻ ആകെ പെട്ടുപോയി. ലാൽ സാറാണെങ്കിൽ ലാലാണെങ്കിൽ അപ്പൊ തന്നെ വന്ന് അഭിനയിച്ചിട്ട് അങ്ങ് പോയി. ലാലിന് ഇത് പ്രശ്നമല്ലല്ലോ, ലാലിന് ഇതൊക്കെ ഭയങ്കര ഈസി ആണല്ലോ. ലാല ശരി ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും അങ്ങനെ. ലാലിന് ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഇവിടെ വന്ന് തീട്ടപ്പണി കാണിക്കരുത്. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇടങ്ങേറാക്കിയിട്ട് ഇത് കണ്ടു. അത് ഇതിന്റെ ഡയറക്ടർ വരെ ഇത് വലിയ തമാശയായിട്ടോ പറയുന്നത്. അപ്പൊ അവനെന്തൊരു പൊട്ടനാന്ന് ആലോചിക്കാം. അവന്റെ ജീത്തു, നീ ജിത്തു തന്നെയാണോ? ജിത്തു കാര്യം പറയണ്ട. ഡയറക്ടർ കണ്ടച്ചാ മതി ആ സിനിമയൊക്കെ. പാഴ്. സിനിമയാണോ അത്? ആ സിനിമയുടെ സീരിയൽ കണ്ടോണ്ടിരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ. എന്തോടോ അത്. അയ്യോ, സിനിമയെന്നൊന്നും പറയാടോ. നാടകം സീരിയൽ നിരത്തി നിർത്തി അഭിനയിപ്പിക്കുക. സീരിയൽ പോലും ഇതിലും ബെറ്ററാ. സ്റ്റേജിൽ കൊണ്ടുവന്ന് പല സ്റ്റേജ് കെട്ടുന്നു, എന്നിട്ട് ഓരോ സ്റ്റേജിന് മുന്നിൽ ക്യാമറ കൊണ്ട് വെക്കുന്നു. ഇവരെ കൊണ്ട് നിന്ന് അഭിനയിക്കുന്നു, നിന്ന് ഡയലോഗ് പറയാം. എന്നിട്ട് സിനിമയാണ്. സിനിമ കഥ പറയുന്ന പോലെ പറഞ്ഞോണ്ടിരിക്കും. കഥ ഇവർക്ക് ഡയലോഗിലൂടെ മാത്രമേ പറയാൻ അറിയുള്ളൂ, അല്ലാതെ കഥ പറയാൻ അറിയില്ല ഇവർക്ക്. അതാ ഇവരുടെ പ്രശ്നം. അതവര് പഠിച്ചിട്ടില്ലല്ലോ. ഇവര് ആ കാലഘട്ടം ഡയലോഗ് ആയിരിക്കണ്ട, അത് കഥ പറച്ചിലാവരുതല്ലോ. ഡയലോഗ് കഥ മൊത്തത്തിലാ പോണ്ടത്. ആ ബോധം ഇവർക്കില്ല. ഇവര് കഥയോട് പറയും, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. അതിന്
അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഈ കോസ്റ്റ്യൂമിൽ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് ഇവരിങ്ങനെ ഡയലോഗിനകത്തൂടെ കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് അത് അങ്ങനത്തെ കണക്ഷൻസ് പിടിക്കാൻ അറിയില്ല. അതിനൊരു ക്രിയാത്മകത, മറ്റേ ക്രിയേറ്റിവിറ്റി, ബോധം, കഥ പറയുന്നത് വർത്താനം പറഞ്ഞു കഥ പറഞ്ഞുകൊണ്ടേ. കഥ പറയാൻ അറിയില്ല അവർക്ക്. സിനിമ എടുക്കാൻ അറിയത്തില്ല, കഥ പറയാൻ അറിയാം. ഐ മീൻ കഥ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അതായത് ഇവർക്കൊരു സിനിമയായിട്ട് അറിയാത്ത പരിപാടി നടത്താൻ അറിയില്ല. എന്തൊരു പൊട്ടപ്പടപാടും അത്. അയ്യോ ദൃശ്യം ഞാൻ കുറച്ചേരേ കണ്ടുള്ളൂ. അതായത് ആ പാനിങ് ഷോട്ട് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ആന്യപ്പെരുമ്പാവൂർ ബാഗും തൂക്കി നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ. പിന്നെ ഒരു കടക്കകത്തോട്ട് കയറുമ്പോൾ അവിടെ എല്ലാം സെറ്റ് ഇട്ടിട്ട് ആൾക്കാർ വേഷമൊക്കെ കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറെ ആൾ. ചായക്കടക്കാരൻ എങ്ങനെയുണ്ട്? അയ്യോ ചായക്കടയും കാണണോ? ചായക്കട സൂപ്പറായിരുന്നു. കടക്കാരനെ സൂപ്പർ. പുള്ളി കാലങ്ങളായിട്ട് ചായക്കടക്കാരനോ അല്ലെങ്കിൽ മറ്റേ ബ്രാഹ്മണനോ ആണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഒന്നുകിൽ മുസ്ലിയാര് അല്ലെങ്കിൽ പുള്ളി മറ്റേതായിരിക്കും. മറ്റേതായിരിക്കും. എടോ ഇതിനകത്തെ ഈ ചായക്കടയുടെ പുറകില് ഞാൻ പറഞ്ഞില്ലേ 2-3 പാട്ടൊക്കെ ഇങ്ങനെ ചരിഞ്ഞിരിപ്പുണ്ട്. അത് ചരിച്ച് വെച്ചാന്നോ കണ്ടറിയാല്ലേ? ബ്രില്യൻസ് ആണോ? ഭയങ്കര. ഞാനിത് ഇങ്ങനെ പറയരുത് കേട്ടോ, അത് മറ്റേ സാധനമായിട്ട് ഇത് ചെയ്യാനുള്ളതാണ്. ഡീബഗ് ചെയ്യാൻ പുള്ളിയുടെ ഇത് ക്രിയേറ്റീവ് ബ്രില്യൻസ്, ഡയറക്ടേഴ്സ് ജോസഫിന്റെ ആ പടമൊക്കെ മുഴുവൻ കണ്ടാണ്ടല്ലോ ഒരു സീൻ പോലും കാണത്തില്ല. കൊള്ളാന്ന് ഉറപ്പിക്കാം. ഞാൻ കണ്ട അവസാനം മോഹൻലാൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ കയ്യൊക്കെ കെട്ടി ഏണ്ടൊക്കെ പറഞ്ഞു അതിഥിയാന്നോ ക്ഷണിക്കപ്പെടാത്ത ക്ഷണിക്കപ്പെടാത്ത ഇങ്ങനെയൊക്കെ കാണിക്കാം. വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നു. ആരാടോ ഇങ്ങനെയൊക്കെ വർത്താനം പറയാ? ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു. അത് അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ വർത്താനം പറയാ? മനുഷ്യര് സൂപ്പർ ക്ഷണിക്കപ്പെടാത്ത എന്റെ കുടുംബത്തിനെ ശിഥിലമാക്കാൻ അങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിച്ചു ആ കുടുംബം ഇതാക്കി കളയാൻ കഴിവുള്ള. ഭാഗ്യത്തിന് ഇത് കണ്ടില്ല. എന്റെ പൊന്നേ, ഭാഗ്യത ഞാനിത് കാഴ്ച നിർത്തിയത് ഇമാരുടെ ശല്യം കൊണ്ട്. അവനെ ഞങ്ങൾ പറഞ്ഞയച്ചു, ഒരിക്കലും മടങ്ങി വരാത്തടത്തേക്ക്. ദൃശ്യം 2 ആണോ ക്ലൈമാക്സ് അങ്ങനത്തെ, അതോ ദൃശ്യം 1? ദൃശ്യം 1, 2, 3 ആയിട്ടില്ല. ഇതാ 3 ഉണ്ടോ? എനിക്കറിയത്തില്ല. 4ഉം 5ഉം ഒക്കെ വരട്ടെ. ഇവന്മാര് പൊട്ടന്മാരുണ്ടല്ലോ, ബുദ്ധി ഇല്ലാത്തവന്മാര്. പ്ലേ ചെയ്യണ്ടോ? വെറുതെ എന്തിനാണ് ആ സാധനമൊക്കെ പ്ലേ ചെയ്യണത്? ഞാൻ വെറുതെ മൂഡ് കളയണ്ട, വെറുതെ ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ കണ്ട് അഭിനയിക്കുക. ഗർവ് പെടയുന്ന അമ്മ നിൽക്കുന്നുണ്ട് പെടഞ്ഞോണ്ട്. കണ്ടോടാ നിക്കുക. ഡയറക്ടർ കാണോ അഭിനയിക്കണോ? നീ നോക്കുന്ന രണ്ടുപേര് ഭയങ്കര അഭിനയം, നിന്ന് അഭിനയിക്കുക. മ്യൂസിക് എന്താ വേണ്ട? മ്യൂസിക് സെന്റിമെന്റ്സ് ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ കണ്ടോ ചെയ്തത്? അവിടുന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങനെ കറക്കി ഇവിടെ സജഷന് വന്നു. ഓ എന്നാ ഡയറക്ടറാണ്, ഭയങ്കര ഡയറക്ടറാ, സൂപ്പർ ഡയറക്ടറാ. പഠിച്ചിട്ട് വന്നതാണോ? മകൻ മരിച്ചപ്പോ എന്നെ പറഞ്ഞ. ഓ മ്യൂസിക് കേട്ടോ? എല്ലാറ്റിനും. ഞാൻ ഒരു കാര്യം കേട്ടെ, എല്ലാറ്റിനും എന്ന് പറയുന്ന ഒരു വാക്ക് താൻ കേട്ടോ? എല്ലാത്തിനും എന്നല്ല, എല്ലാത്തിനും. ഈ എല്ലാറ്റിനും എന്താ? അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇവരുടെയൊക്കെ സാധനം, അത് എല്ലാറ്റിനും. അത് ശരിയാണല്ലോ. മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് എനിക്ക് ശ്രദ്ധിച്ചു. ബിജിഎം എല്ലാറ്റിനും. ഷിൻമാൻ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും എന്തോ എത്ര നേരമായിടാ ഭയങ്കര പോ. കഥ പറഞ്ഞു തീർക്കണ്ട, താനിതെന്താ ഒരു കാര്യ? അത് കഥ പറയുക, ഇവരുടെ അവസ്ഥ മുഴുവൻ പറയുക. കാരണം അല്ലാതെ ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ലല്ലോ. അടുത്ത അഭിനയിക്കാൻ തുടങ്ങുവാണേ. ആക്ഷൻ പറഞ്ഞിട്ടുണ്ടേ. ഓ മ്യൂസിക് ഓ എന്നാ പരിപാടിയാ. ഓ തീർന്ന് എത്ര മിനിറ്റ് ഉണ്ടോ ഇത്? 6 മിനിറ്റ് ക്ലൈമാക്സ് നിന്ന് കഥ പറയുന്നത്.
കഥ തീർക്കണ്ടളിയാ. ഇത് കണ്ടിട്ടുണ്ടോ, കാണിക്കുന്നുണ്ടോ? അഭിനയിക്കാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് അഭിനയിക്കുന്നുണ്ടോ ഫ്രെയിമിനകത്ത്? ഭാര്യ ഭർത്താവും. ഇനി അവര് ഫ്രെയിമിൽ നിന്ന് ഇറങ്ങി പോവാ. ഇല്ല, ഫ്രെയിമിൽ നിന്ന് പോകും. നിങ്ങൾ വലിയ മനുഷ്യൻ. ഓ തിരിഞ്ഞ് 2 1 2 3. ഓക്കെ. ഡയലോഗിൽ പ്രശ്നമുണ്ട്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. ഒരു കൊച്ചു കുടുംബം, അതാണ് എന്റെ ലോകം എന്നല്ലേ പറയേണ്ടത്? ശരിക്കും കേട്ടില്ല. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അങ്ങനെയും പറയാം. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. കൊച്ചു കുടുംബം, അതാണ് എന്റെ ലോകം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇല്ല, കൊച്ചു ലോകം അതാണ് കുടുംബം, അതിനപ്പുറത്തേക്ക് ലോകം ഞാൻ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, അവിടെ ആ പ്രശ്നമാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഓക്കെ. കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. പിന്നെ പറയേണ്ടത് കുടുംബത്തെ കുറിച്ചല്ലേ. അതിനപ്പുറത്തേക്ക് ലോകം കണ്ടിട്ടില്ല. ഇതിപ്പോ തിരിച്ചിട്ടാലോ, എന്റെ കൊച്ചു കുടുംബം, എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, അതാണ് എന്റെ ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ കണ്ടിട്ടില്ല. അതല്ല ഡയലോഗ്. കൊച്ചു കുടുംബം, അതാണ് എന്റെ ലോകം, അങ്ങനെ പറയണ്ടത്. അല്ലാതെ കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം, പിന്നെ അതിനപ്പുറത്ത് ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, എവിടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നാണ്ടല്ലോ. ശരിയാണ്, ഇത് വെറുതെ കണ്ടോണ്ട് ഇത് കിട്ടിയതല്ലേ. എനിക്കിപ്പോഴാ എങ്ങനെയുണ്ടാ വീണ്ടും ക്യാമറ പോകാൻ തുടങ്ങി. ക്യാമറ കണ്ടോ? അവിടെ നിന്ന് തുടങ്ങിയാ പിന്നെ ശുചിത്വം ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തള്ളി എൽബോ അഭിനയിക്കുന്നു. അയ്യോ, രണ്ടുപേരെ എൽബോ അഭിനയിക്കുന്ന കണ്ടോ മുതുക്. സീരിയസ് ആയി ഏടോ. ഇതിന് ശരിക്കും ഈ സീനിൽ, ഇപ്പൊ ഈ കണ്ട സീനില്ലേ, ഇതിന് മറ്റേ സീരിയലിന്റെ ബീജിയം ഇട്ട് കൊടുക്കണം. പൊളിക്കും. മറ്റേ സാധനമില്ലേ ഈ സീരിയലിന്റെ ബീജിയം. ഇതിന്റെ മോന്തെ കണ്ടോ? അവരങ്ങ് അഭിനയിക്കുവോ കേട്ടോ, നിന്ന് അഭിനയിച്ച് നിക്കണോ? ഇതൊന്ന് കാണിച്ചു കൊടുത്തടാ. ഈ രണ്ടുപേരെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കണോ. എന്നെ അഭിനയോടാ ഇത് കണ്ടോ? അവരങ്ങ് മ്യൂസിക് കൂടിട്ട് ഇത് കണ്ടോ, നോക്കുന്നേ കണ്ടോ. മുഖത്തോട് മുഖം നോക്കി. എന്റെ അല്ലെ സമ്മതിക്കണം കേട്ടോ. അടിപൊളി ഡയറക്ടറാ. ഇങ്ങനെ വേണം ഡയറക്റ്റ് ചെയ്യാൻ. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യണം. ഇത് കണ്ട് പഠിക്കാൻ പിള്ളേർ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഈ പൊട്ടനൊക്കെ കാണിക്കുന്ന തീരെ ബോധമില്ലാത്തവന്മാർ. ഇവരെന്ത് ഇങ്ങനെയാന്നുള്ള എനിക്ക് മനസ്സിലാവാതാണ്. ഇവർക്ക് അറിയില്ലടോ. ഇവര് നാടകം കളിച്ച് വന്ന ആൾക്കാരാ. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഈ പറയുന്ന പോലെ സിനിമയുടെ ഒരു രീതി ഉണ്ടല്ലോ, അറിയത്തില്ലായിരിക്കും. പിന്നെ ഇവർക്ക് ഹ്യൂമൻ തലച്ചോറ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയാനും പാടില്ല. മനുഷ്യർ ഈ വിഷ്വൽ കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് റിലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇവന്മാർക്കില്ല. എവിടെയാണ് ആൾക്കാർ ചിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള സാധനമുണ്ട്. അതും എന്ത് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ, ഡയലോഗിനകത്ത് സിറ്റുവേഷനിലായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരു തമാശ ഉണ്ടാക്കാനുള്ള സ്കില്ലില്ലാത്തവന്മാരില്ല ഇവന്മാർ. ഒരു അങ്ങനത്തെ ഒരു ബോധം ഉണ്ടോ അവന്മാർക്ക്? വേറും പൊട്ടന്മാർ, യാതൊരു വെളിവില്ല ബോധമില്ലാത്ത കുറേ വേട്ടലകൾ ഏതാണ്ടൊക്കെ ഡയലോഗ് എഴുതി വെച്ച്. ഇതിലും സ്റ്റാൻഡേർഡാണ് ഇവരുടെ മറ്റേ കോമഡിയൊക്കെ, മറ്റേ ഈ കോമഡി സ്റ്റാർസ് പോലത്തെ പരിപാടികൾ അവന്മാരുണ്ടാക്കുമല്ലോ. ഇതിലും നല്ല രസമുള്ള പരിപാടികൾ ഇവിടെ സിനിമാക്കാരുണ്ടാക്കണേലും കുറച്ചുകൂടി ക്രിയേറ്റീവ് അവന്മാർ. അയ്യോ എന്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡയറക്ടർ. ഓരോന്നൊക്കെ പറയുക ഇന്റലക്ച്വൽ ആ ശരിക്കും മാറണം. ഇന്റലക്ച്വൽ പൃഥ്വിരാജ്, ഇന്റലക്ച്വൽ ആറാട്ടറാണ് ഇവരുണ്ടല്ലോ. എനിക്ക് വന്ന് ഇവിടെ ഈ അലിൻ ജോസ് പെരേരയുടെയും ആട്ടായത്തിൻ്റെ ഒക്കെ ഇടയിൽ ഭയങ്കര ഇന്റലക്ച്വൽ അല്ലേടോ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ഒക്കെ ഇടയിൽ പൃഥ്വിരാജ് ഇന്റലക്ച്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇല്ലുമിനാട്ടിയെ കുറിച്ചൊക്കെ സംസാരിക്കും. മറ്റേ ഇവൻ വരും, മുരളിഗോപി വരും. തലയിലൊരു മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ വെക്കും ഓരോന്നൊക്കെ. ഈ എന്തുകൂടെ ഇതൊക്കെ വേഷം കിട്ടി നടക്കുന്നവന്മാരല്ലേ. കഷ്ടമുണ്ട്. സ്റ്റൈലാന്നാ പറയുന്നത്.
എന്നിട്ട് നിന്ന് തള്ളുക. എന്നിട്ട് 2 പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിട്ടുണ്ട്. ലൂസിഫർ എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പൊട്ടത്തരോ എടി, ഇവരെന്തോടെ ഇങ്ങനെ? കാര്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ചെറിയ പ്രശ്നമല്ല, ഇത് സീരിയസ് പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇത് നല്ലൊരു സാധനം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത്ര സൗകര്യമുള്ളപ്പോൾ ആൾക്കാർ നല്ലതല്ലേ ചെയ്യത്തുള്ളൂ, അല്ലാതെ വീണ്ടും താട്ട് ഇറങ്ങും. ഇവന്മാർ അങ്ങനല്ല, ഇവന്മാർ ഒന്നിനും കൊള്ളത്തില്ലെന്ന് തോന്നി. ഇവരുടെ മാക്സിമം ആയിരിക്കും കേട്ടോ ഇത്. അല്ലല്ല, എങ്ങനെയാണോ ഒരു സിനിമയിലോട്ട് എഫേർട്ട് ഇടുമ്പോൾ മാക്സിമം ഇടും അവര്. അല്ലാതെ ഇത് കുറച്ച് ചെയ്യാം എന്ന് കരുതി ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല, അല്ലേ? അതിന്റെ പരമാവധിയാണത്. അതാ പരമാവധി, അവരുടെ കഴിവിന്റെ പരമാവധി കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ശരിയാണ്, വെറുതെ അല്ലേ.